അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് സദ്യ സ്പെഷ്യലായ നാടൻ രസമാണ് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി രസമാണിത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഒരു ബൗളിൽ നെല്ലിക്കയുടെ വലുപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം ഒരു അലുമിനിയം പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ അതിവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 8 ചെറിയ ഉള്ളി ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് ഏകദേശമൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 8 വെളുത്തുള്ളിയും ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് അതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് എണ്ണയിലിട്ട്. അതിപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിലോട്ട് ഇനി മസാലകളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇനി നമുക്കിതിലോട്ട് മസാല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത്. അതും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആ പച്ച മണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ അതിൻ്റെ ആ പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുളിയുടെ വെള്ളമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആ പുളി വെള്ളം എടുത്ത കപ്പിൽ തന്നെ 2.5 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി സ്പൂണിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ്. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളെടുക്കുന്ന പുളിയുടെ അനുസരിച്ച് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് സ്പൂണിന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒരു 5 മിനിറ്റ് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിവിടെ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ മല്ലിയില ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി രസമാണിത്. ചോറൊക്കെ നമുക്ക് ഈ രസം ഉണ്ടെങ്കിൽ ഒരുപാട് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.